ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം ഒരിക്കലും മതഭീകരരുടെ പിടിയിലാകില്ല എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ചില ഡേറ്റ വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കമൻസായി വരുന്നതാണ്, അവരുടെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് ഈ സ്വതന്ത്ര ഭാരതത്തെ ഒരിക്കലും മതവൽക്കരിക്കാൻ, ഇസ്ലാം മത രാജ്യമാക്കാൻ, ഈ രാജ്യത്ത് പച്ചക്കൊടി ഉയർത്താൻ പറ്റില്ല എന്ന്. ഒരു പക്ഷേ 10-15 വർഷം മുമ്പ് ഇത് പറഞ്ഞപ്പോൾ നമ്മളത് ശരിയാണ്, നമ്മളും ദൂരവ്യാപകമായി ഒന്ന് വീക്ഷിച്ചപ്പോൾ ശരിയാണ്, അതൊന്നും നടക്കാൻ പോകുന്ന സംഗതിയല്ല എന്ന് നമുക്കും തോന്നി. ഇന്നിത് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങേണ്ടത്. കേരളം ഭീകരരുടെ നഴ്സറി ആയി എന്ന് 5 കൊല്ലം മുമ്പ് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഇന്ന് അത് പറഞ്ഞ സമയത്ത് നമ്മളെ എതിർത്തിരുന്ന ആളുകൾ പറയുന്നു നഴ്സറി അല്ല, മതഭീകരരുടെ യൂണിവേഴ്സിറ്റി ആയി കേരളം മാറിയിട്ടുണ്ട്. അഫ്ഗാനികളും പാകിസ്ഥാനികളും ബംഗ്ലകളും ഒക്കെ ഇവിടെ വന്ന് ആയുധ പരിശീലനമടക്കം നേടുന്ന രീതിയിലേക്ക് ഈ കേരളക്കര എത്തിയിട്ടുണ്ട് ഇന്ന് അവർ തന്നെ പൊതുജന മധ്യത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിളിച്ചു പറയുന്നു. ഇന്നും കേരളം മതഭീകരരുടെ പിടിയിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുരുക്കൾ പൊട്ടിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരടി അങ്ങോട്ട് മാറി നിന്നു. ലഷ്കർ ഇ തൊയ്ബ ഭീകരനായിരുന്നു തടിയൻ്റെ അവിടെ നസീർ എന്ന് എത്ര പേർക്ക് മനസ്സിലായി? പോപ്പുലർ ഫ്രണ്ടും SDP-യും മാത്രമല്ല, ഇവര് 6 നാട്ടിൽ 100 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ടായിരുന്ന മതഭീകരരെയാണ് സ്വതന്ത്ര ഭാരതത്തിലെ രാജ്യസ്നേഹികൾ പൊക്കിക്കൊണ്ടുവന്നത്. അതെ, NIA. പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് എങ്ങനെയാണ് കേരളത്തിൽ പിടിമുറുക്കുന്നത്? കാസർഗോഡ്, കണ്ണൂര്, പടന്ന, തൃക്കരിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ധാരാളം ആളുകൾ ISISലേക്ക് കെട്ടിയൊരുങ്ങിപ്പോകുന്നത്? ആദ്യം ശ്രീലങ്കയിലേക്കും അതുവഴി സിറിയയിലേക്കും അഫ്ഗാനിലേക്കുമൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും നേരിട്ട് കൊണ്ടുവന്നവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തതാ ആണോ? അല്ല. സംഘടിതമായ തീരുമാനങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും കൂലങ്കശമായ ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ ഇവർ തന്നെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ ഒരു നിമിഷ ഫാത്തിമ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ISISന്റെ ആശയം കിട്ടുന്നത്? എങ്ങനെയാണ് എനിക്ക് ഇസ്ലാം മതത്തിലേക്ക് മതം മാറണം എന്ന ആശയം കിട്ടുന്നത്? ഒരു സൈനികന്റെ പെങ്ങളാണ് ആ പെൺകുട്ടി. എങ്ങനെയാ കിട്ടുന്നത്? വൈക്കത്ത് താമസിക്കുന്ന അശോകന്റെ മകൾ അഖില ഹാദിയ എങ്ങനെയാണ് സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ പോയാലേ എൻ്റെ മതം പൂർത്തിയാകൂ എന്നൊരാശയം കിട്ടുന്നത്? ഇസ്ലാം മതമാണ് ശരി, എനിക്ക് പർദ്ദയ്ക്കകത്ത് ഇറങ്ങിയിരുന്നാൽ മതി എന്നീ പെൺകുട്ടിക്ക് ആര് പറഞ്ഞു കൊടുത്തു? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ഒരാളുടെ മതചിന്ത മാറുമോ? ഇല്ല. അപ്പോൾ സിറിയയെ, അഫ്ഗാനെ, ISISനെ, ലഷ്കർ ഇ തൊയ്ബയെ ഒക്കെ തമ്മിൽ അടുപ്പിക്കുന്ന ചില കണ്ണികൾ ഈ കേരളക്കരയിലുണ്ട്. അവരുടെ ഭാഷയും ആശയവും ഇവരുടെ ഭാഷയും ആശയവും നന്നായി തിരിയുന്ന ആളുകളുണ്ട്. ISISലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നെടുത്താൽ കേരളത്തിൽ നിന്നാണ്. കാശ്മീരില് ഇന്ത്യൻ പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ പോയി കൊല്ലപ്പെട്ടതാരാ? മലയാളി ഭീകരനാണ്. എന്തിനാ പോയത്? സ്വന്തം രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ. എന്തിനാ? ഇസ്ലാമിനെ വളർത്താൻ. ഇസ്ലാം മത രാഷ്ട്രം ലോകവ്യാപകമായി സ്ഥാപിക്കുന്നതിനു വേണ്ടി താനും ഒരു കണ്ണിയാണ്, തനിക്കതിൻ്റെ മേൽ ബാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചതാണ്. എന്നിട്ട് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആയുധമെടുക്കാൻ ഒരു മടിയും ഉണ്ടായില്ല. കാരണം എന്താ? അവൻ്റെ തലച്ചോറിൽ അവനെ നിയന്ത്രിച്ചിരുന്നത് അവൻ്റെ മതമായതുകൊണ്ട്.
ഇസ്ലാമിക ഭീകരര് രാത്രി നായ്ക്കളെ വെട്ടിയും പകല് മനുഷ്യനെ വെട്ടിയും പരിശീലിച്ചില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ കിഴക്കേക്കോട്ട, അട്ടക്കുളങ്ങര, മണക്കാട്, കമലേശ്വരം ഭാഗങ്ങളിലൊക്കെ ചില തലയില്ലാത്ത നായകൾ കിടന്നു. പോലീസ് അന്വേഷിച്ചു. ചെന്നെത്തിയത് എവിടെയാ? പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രങ്ങളിലായിരുന്നു. ഫ്രാൻസിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഫ്രഞ്ച് പോലീസ് അന്വേഷിച്ചെത്തിയത് എവിടെയാ? കേരളത്തില്. ഫ്രാൻസിൽ ബോംബ് സ്ഫോടനം നടത്തിയതിന് മലയാളികൾക്ക് എന്താ പങ്ക്? അതേ, തല ഇവിടെയാണ്. കോയമ്പത്തൂര് ബോംബ് സ്ഫോടനം നടന്നപ്പോൾ സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം ജമീഷ മുബിൻ എന്ന 23-കാരൻ കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി ദീപാവലി ദിനത്തിൽ പൊട്ടിത്തെറിച്ചില്ലേ? അതിൻ്റെയും തല എവിടെയായിരുന്നു? കേരളത്തിൽ. മംഗലാപുരം ബോംബ് സ്ഫോടനം, ഓട്ടോറിക്ഷയ്ക്കകത്ത് കുക്കർ ബോംബ് സ്ഫോടനം, ഇതിൻ്റെയൊക്കെ തലയിരുന്നത് കേരളത്തിലായിരുന്നു. എത്രമാത്രം തീവ്രമാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ! എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കേരളം പോകുന്നത്! ശ്രീലങ്കയിലെ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിലും കേരള ബന്ധം. ബീഹാറിലെ ഗയയിലെ ബുദ്ധക്ഷേത്രത്തിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രതി ഒളിച്ചിരുന്നത് എവിടെയാ? മലപ്പുറത്ത്. പോലീസ് ഉദ്യോഗസ്ഥനെ ഇസ്ലാമിക ഭീകരർ വെടിവെച്ചു കൊല്ലുന്നു. അതിന്റെ പേരിൽ കേരള പോലീസിന്റെ റൈഫിളുകളും വെടിയുണ്ടകളും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നു. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകൾ കേരളത്തിലെത്തുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു എന്നതാണ് ചോദ്യം. അതാണ് ഈ രാജ്യത്തിൻ്റെ പേരും ചൂടും ചൂരും പേര്. ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ആവോളം അനുഭവിച്ച് ജനാധിപത്യത്തിൻ്റെ മധുരം എന്താണ് എന്ന് അനുഭവിച്ചിട്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികൾ ഈ രാജ്യത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നു. ഇത് തുറന്ന് പറയുമ്പോൾ വർഗീയവാദിയാക്കിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നും അകലെയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓർമ്മയില്ലേ? ഞാൻ പെറ്റ മകനെ, എൻ കിളിയെ, എൻ മകനെ എന്ന് പറഞ്ഞൊരമ്മ മാറത്തടിച്ച് നിലവിളിച്ചത് ഓർമ്മയില്ലേ? ഇല്ലേ? ആ ഹൃദയം പൊട്ടിയുള്ള നിലവിളിക്ക് ഏക മകനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ഹൃദയവേദനയ്ക്കു ബാധ്യത ഉത്തരം പറയേണ്ടത് കേരളത്തിൻ്റെ ഈ മാറി വന്ന മത രാഷ്ട്രീയമാണ്. കേരളത്തിൻ്റെ ഈ മത തീവ്രവാദത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും. ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വന്തം സുരക്ഷിത താവളമാക്കി മാറ്റിയ കേരളത്തെ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇടതനും വലതനും എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ഒരു പക്ഷേ മുസ്ലിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് അഹങ്കാരത്തോടെ, എൻ്റെ രാജ്യം എന്ന അഹംഭാവത്തോടെ സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരു നാട് ഈ കേരളം മാത്രമായിരിക്കും. ഭരണത്തിൽ ഇവർക്ക് സജീവ പങ്കാളിത്തമില്ലേ? സർക്കാർ ജോലിയിൽ ഈഴവ സമുദായം കഴിഞ്ഞാൽ സംവരണം ഏറ്റവും കൂടുതൽ ആർക്കാ? മുസ്ലിങ്ങൾക്ക്. പാണക്കാട് തങ്ങളെ പോലെയുള്ള സവർണ ജന്മിമാരു വരെ റിസർവേഷൻ ബെനിഫിറ്റ് അവർക്കൊക്കെ കിട്ടും. അവർ തീരുമാനിക്കും ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്തായിരിക്കണം നടക്കേണ്ടത്. ഇന്ന് മഴ പെയ്യണോ വേണ്ടേ? നമ്മുടെ നാട്ടിൽ പശു, അതല്ലെങ്കിൽ ചാണകം, ക്ഷേത്രം, അമ്പലം, ഇത്തരം തീവ്രവാദ സംഘർഷങ്ങളോ കലാപങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാഫിറുകളുടെ കഴുത്ത് പച്ചയ്ക്ക് അറുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് എവിടെ നിന്നാണ്? ഈ കേരളത്തിൽ നിന്നാണ്, അല്ലേ? ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയ ആളുകൾ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അവര് ധീര വീര പോരാളികളും ശൂര പരാക്രമികളുമായി ചിരിച്ചുകൊണ്ട് വിലങ്ങുമായി നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ അതേപോലെ തന്നെ പറഞ്ഞാൽ പോലും വേണ്ട, മുഹമ്മദ് എന്നൊന്ന് ചോദ്യപേപ്പറിൽ വന്നതിൻ്റെ പേരിൽ
ജോസഫ് മാഷിൻ്റെ കയ്യും കാലുമായിരുന്നില്ല മക്കളെ എടുക്കേണ്ടിയിരുന്നത്, തലയായിരുന്നു എന്ന് പറഞ്ഞ് അലറി വിളിച്ച അബ്ദുൽ നാസർ മദനിയെ മഹാത്മാ മദനി എന്ന് പറഞ്ഞ് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വട്ടവടയിൽ നെഞ്ചത്തടിച്ച് കരയുന്ന അമ്മമാരുടെ കണ്ണീരിന് കാരണക്കാരാണ്. സമാധാനം പറയണം. വഖഫിന്റെ വിഷയത്തിൽ അവർ മിണ്ടുന്നുണ്ടോ? എന്തേ വഖഫിന്റെ വിഷയത്തിൽ MLA-മാരും MP-മാരും ഒക്കെ എവിടെ പോയി? അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ആർത്തലച്ചു വിളിച്ചവർ പാലക്കാട് പട്ടണത്തിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം അകലെ വാളയാർ ചുരത്തോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂരില് ഫാറൂഖ് എന്ന പേരുള്ള ഒരു യുവാവ്, അവന്റെ ബോധ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവൻ ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മതമൗലികവാദികൾ കഴുത്ത് തെറിപ്പിച്ചു. തൊട്ടയൽക്കാരനായ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ഒരു ഉറ്റ സ്നേഹിതനാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ ആ യുവാവിനെ രാത്രി വീട്ടിൽ നിന്ന് സൗഹൃദപൂർവ്വം തോളിൽ കൈയിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി തലയെടുക്കാൻ കൂട്ടുനിന്നത്. അങ്ങ് വടക്ക് ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ട ജുനൂദിന്റെ വീട്ടിലേക്ക് സാന്ത്വന സഹായവുമായി ജാഥ നടത്തിയ കേരളത്തിലെ പുരോഗമനകാരികൾ എവിടെ? ഫാറൂഖിന്റെ കൊലപാതകം ഇവരറിഞ്ഞിട്ടില്ല. അത് പറഞ്ഞ പോലെ മതമൗലികവാദികളാണല്ലോ, വേട്ടക്കാരവരാണല്ലോ. അപ്പോൾ അവരാണ് വേട്ടക്കാരെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ സൈലന്റ് ആകാറാണ് പതിവ്. ഐസിസിന് മുമ്പേ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ച അബുൽ അല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന സ്ഥാപനം, മാധ്യമം എന്ന വാരിക, പത്രം, അവരുടെ മുക്കാൽ വണ്ണ്, ഇവരൊക്കെ ആർക്കു വേണ്ടി എഴുതാനാണ് മത്സരിക്കുന്നത്? ഈ ബുദ്ധിജീവികളൊക്കെ. ആനന്ദ്, ഹമീദ് ചെന്നമംഗലൂര്, കാരശ്ശേരി മാഷ്, ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ മതമൗലികവാദത്തെ എതിർക്കാൻ ആരുണ്ട് ഈ കേരളക്കരയിൽ? തെരഞ്ഞെടുപ്പ് കാലമായാൽ മദനിയെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് സെൽഫി എടുക്കാൻ മത്സരിച്ചവരും അദ്ദേഹത്തെ കാണിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് തട്ടാൻ ശ്രമിച്ച രാഷ്ട്രീയക്കാരും, ബോംബ് സ്ഫോടന കേസിലെ പ്രതി ജയിൽ മോചിതനായ സമയത്ത് മണ്ടേലയ്ക്ക് സമാനമായിട്ടുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പരോളിൽ ഇറങ്ങുന്ന മദനിയെ ഇന്റർവ്യൂ നടത്തി സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ, പോരാളിയാക്കാൻ മുന്നിൽ നിന്ന് മത്സരിച്ച കൈരളി ചാനലിനെ മറന്നിട്ടില്ലല്ലോ. ഇവരൊക്കെ ഇവിടെ പോയി? RSS വരുന്നേ, RSS വന്നു കഴിഞ്ഞാൽ ഇനി മുസ്ലിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ എവിടെ? കേരളം മുസ്ലിങ്ങൾക്ക് ജീവിക്കാനേ പറ്റാത്ത സംസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ എവിടെ? യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ആയുധ പരിശീലനം നൽകാനുള്ള സാഹചര്യം പോപ്പുലർ ഫ്രണ്ടിന് ഒരുക്കി കൊടുത്തത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയക്കാരാണ്. പോപ്പുലർ ഫ്രണ്ടിന് അഗ്നിശമന സേന സൗകര്യം വരെ, അവർക്ക് പരിശീലനം വരെ കൊടുത്തത് കേരള സർക്കാരാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ളത്. കണ്ണൂരാണെങ്കിലും മലബാറിന്റെ ചില ഭാഗങ്ങളിലൊക്കെ മാത്രമാണ് RSS CPM ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭീഷണിയാകുന്ന ഗുരുതരമായ നടപടികൾ ആര് ചെയ്താലും ശരി അതിനെ എതിർക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഇതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയാൽ വിദൂര ഭാവിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ കണ്ടില്ലേ? ഷാരൂഖ് സേഫി ചെയ്ത് തേലത്തൂര്, കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ ഇന്റർസിറ്റി ട്രെയിനിന് തീയിട്ടത് പെട്രോൾ ഒഴിച്ച്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഇനിയും ഈ കേരളക്കരയിൽ ആവർത്തിക്കും. ഇങ്ങനെയാണ് ഈ നാടിൻ്റെ പോക്കെങ്കിൽ. മനുഷ്യൻ്റെ കഴുത്ത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വീഡിയോകളിലൂടെ. കാശ്മീർ മോഡൽ ആക്രമണം എങ്ങനെ നടത്തണമെന്ന് മനസ്സിലാക്കി കൊടുക്കുക. കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ജാഗ്രതയോടുകൂടിയിരുന്നേ മതിയാകും. CPM-ഉം കോൺഗ്രസും ഇസ്ലാമിക മതമൗലികവാദത്തോടുള്ള അഴകുഴമ്പൻ സമീപനം ഉപേക്ഷിച്ച് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സമീപ ഭാവിയിൽ ഇന്ന് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് നാളെ ഇവിടെ സംഭവിക്കും. വട്ടവടയിലെ 1 സെന്റ് ഭൂമിയിലെ ലൈൻ വീട്ടിൽ നിന്ന് ആദിവാസികളായ മാതാപിതാക്കൾ തൻ്റെ മകനെ മഹാരാജാസിലേക്ക് വിട്ടത്
ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങാനല്ല. മോൻ പഠിക്കണം, മിടുക്കനാകണം, വലിയ ജോലിക്കാരനാകണം, കുടുംബത്തിൻ്റെ വേദന മാറണം, പട്ടിണി മാറ്റണം, വീട്ടുകാരുടെ കഷ്ടപ്പാടിനും ദുരിതത്തിനും അറുതിയുണ്ടാകണം, നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കുമൊക്കെ ഒരു മുതൽക്കൂട്ടായി മാറണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു പോയി. ആ ആഗ്രഹത്തിലാണ് അവർ എറണാകുളത്തേക്ക് മകനെ വണ്ടി കയറ്റി വിട്ടത്. ഒരു കൂട്ടം മതഭ്രാന്തന്മാർ ഒറ്റ കുത്തിലൂടെ അഭിമന്യുവിൻ്റെ ജീവനും എടുക്കുമ്പോൾ, അവൻ്റെ കുടൽമാല പുറത്തെടുക്കുമ്പോൾ ഒരു നിർധന കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ അപഹരിച്ചു എന്ന് മാത്രമല്ല, ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് എന്ത് സമാധാനം പറയും? അവരുടെ ആ വേദനയ്ക്ക് എങ്ങനെ ആശ്വസിപ്പിക്കുക അവരെ? 4 സീറ്റ് കൂടുതൽ കിട്ടാനും 10 വോട്ട് കൂടുതൽ കിട്ടാനും വേണ്ടി മതേതരത്വം എന്ന മഹത്തായ ആശയത്തിൽ മായം കലർത്തുന്ന കേരളത്തിലെ സെക്യുലർ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഇര അഭിമന്യുവായി മാറി. ആ അമ്മയുടെ കണ്ണീരിനാര് സമാധാനം പറയും? അവരെന്താണ് ചെയ്ത തെറ്റ്? അഭിമന്യു ചെയ്ത തെറ്റെന്താണ്? വർഗീയത തുലയട്ടെ എന്ന് എഴുതിയതോ? ഇത് തന്നെയല്ലേ ജോസഫ് മാഷിന്റെ വിഷയത്തിലും സംഭവിച്ചത്? മുഹമ്മദ് എന്ന ചോദ്യപേപ്പറിൽ എഴുതിയെന്ന ഒറ്റ കാരണത്താൽ ആ മനുഷ്യന്റെ കയ്യും കാലും അറുത്തെറിഞ്ഞപ്പോൾ തൊട്ടടുത്ത മാതാവുണ്ടായിരുന്നു. പൊതുജനമധ്യത്തിൽ വെച്ചിട്ടാണത് ചെയ്യുന്നത്. ഇതിനൊക്കെ എതിരെ ശബ്ദിക്കാതിരുന്നാൽ കറ തീർന്ന മതേതരന്മാരായി മാറുമല്ലേ? നന്ദി.